രാധേ, ഇന്ദുവിനെ കൊണ്ട് കാറിലെത്തും. എന്നാ പറഞ്ഞു പോകാം. ആസു, ആ പിടിച്ചോ, നിങ്ങൾ നോക്കൂ. എടാ, നീ എന്നെ പറഞ്ഞു വഞ്ചിച്ചു അല്ലേ? എന്റെ ഇന്ദുവിന് വേണ്ടി സാക്ഷി പറയാമെന്ന് പറഞ്ഞിട്ട് നീ ഇപ്പോ പോടാ അവിടുന്ന്. നിന്റെ ചോര ഞാൻ കുടിച്ചോളാം. നിങ്ങൾ ഇത്ര വൃത്തിയിട്ടവനാണെന്ന് ഞാൻ കരുതിയില്ല. എന്റെ അച്ഛനും അമ്മയും എല്ലാവരും നഷ്ടപ്പെട്ടപ്പോഴും എനിക്ക് നിങ്ങളുണ്ടെന്ന് ഞാൻ കരുതി. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങൾ എന്നെ വഞ്ചിക്കുകയായിരുന്നെന്ന്. അതെ, ഞാൻ പറയുന്നത് കേൾക്ക്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നിന്റെ വേണുവേട്ടനാണ് ഈ പറയുന്നത്. അല്ല, നിങ്ങൾ എന്റെ വേണുവേട്ടനല്ല. ആ കൊച്ചു കുടുംബം നിങ്ങളെല്ലാം കൂടി തകർത്തു. ഞാനല്ല രാധ സ്ത്രീ നശിപ്പിച്ചത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എനിക്കൊരു തെറ്റിദ്ധാരണയുമില്ല. കോടതിയിൽ ഒരു കൊലപ്പുള്ളിയെ പോലെ നിന്ന് കുറ്റസമ്മതം നടത്തിയ നിങ്ങൾക്ക് ഇതെങ്ങനെ പറയാൻ കഴിയുന്നു? അതെ, ഞാൻ പറയുന്നു, നീ കേൾക്കൂ. എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണം. എന്നിട്ട് നീ പറയൂ ഞാൻ തെറ്റുകാരനാണെന്ന്. എല്ലാം ഞാൻ പറയാം. ഞാനാണ് ആ സ്ത്രീയെ ഹോസ്പിറ്റലാക്കിയത്. ഇനി നീ പറയൂ, ഞാൻ തെറ്റുകാരനാണോ? വേണേട്ടാ,
എന്ത് വേണം? മദറിനെ ഒന്ന് കാണണമായിരുന്നു. ഏത് മദറിനെയാ? അത് പേരറിയില്ല, ഒരു വിവരം അറിയാനാ. കയറി വരും. യെസ്, കമ്മിങ്. ഇരിക്കും. ആരാ? ഞാൻ തിരുവനന്തപുരത്തു നിന്ന് വരിക. ഇവിടെ ഇന്ദു എന്ന പേരുള്ള ഒരു പെൺകുട്ടി താമസിച്ചിരുന്നു. ഇന്ദു? അനാഥ കുട്ടിയാ. 10 വയസ്സുള്ളപ്പോ ഇവിടെ വന്ന. ഇപ്പൊ ഇവിടെ വന്നിട്ട് 15 വർഷമായി കാണും. നിങ്ങൾ അവളുടെ ആരാ? സഹോദരൻ. ഇത് ഞങ്ങളുടെ കുടുംബ ഫോട്ടോയാ. ആ ഇടത്ത് വയസ്സിരിക്കുന്ന ഇന്ദു. ഓ, ഈ ഹിന്ദു. ഹിന്ദുവിന്റെ വിവാഹം കഴിഞ്ഞല്ലോ. അവരിപ്പോ തിരുവനന്തപുരത്തോ താമസം. ഭർത്താവ് ബാങ്കിലൊരു ഉദ്യോഗസ്ഥനാണ്. ഇതാണ് അവരുടെ വിവാഹ ഫോട്ടോ. പുറകിൽ അഡ്രസ് ഉണ്ട്. എന്ത് പറ്റി? എന്താ ഇവിടെ? രവി സാറിന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തു. നീയെല്ലാം കൂടെ എന്റെ ഇന്ദുവിനെ. അല്ല, ഞാനല്ല രവി. ഞാൻ നിരപരാധിയാണ്. രവി, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കൂ. രവി, ഞാൻ ചേട്ടാ, എന്റെ വേണേട്ടിനെ കൊല്ലരുത്. വേണേട്ടൻ എന്റെ ഭർത്താവാണ്. ഇവനാണ് എന്റെ ഇന്ദുവിനെ കൊന്നത്. ഞാനും അങ്ങനെയായിരുന്നു ചേട്ടാ ആദ്യം വിശ്വസിച്ചിരുന്നത്. പക്ഷേ വേണേട്ടൻ നിരപരാധിയാണ്. നടന്നതല്ല ഞാൻ പറയാം. വേണേട്ടനാണ് ഇന്ദു ചേച്ചി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്. ഇതാണ് ചേട്ടാ സത്യത്തിൽ നടന്നത്. മോളെ, ആരാ? ഡാഡി ഇവിടെ ഇല്ല. മിനിമോളെ ഡാഡിയെ കാത്തിരിക്കുക.
നീ എന്റെ ഇന്ദുവിനെ കൊന്നുവല്ലേ? രവി, ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. രവി, ഞാൻ പറയുന്നു ഒന്ന് കേട്ടിട്ട് എന്നെ കൊന്നുള്ളൂ. ഞാൻ പറയുന്നു ഒന്ന് കേൾക്കാൻ. ഇന്ദു എന്റെ സ്വന്തം പെങ്ങളാ. ഞാൻ അവിടെ ഗോപിയേട്ടൻ. ചെറുപ്പത്തിലെ നാട് വിട്ട ഞാൻ വർഷങ്ങൾക്ക് ശേഷം നാട്ടിലുള്ള റഹ്മാൻ മാഷെ കണ്ടപ്പോഴാണ് എന്റെ അനുജത്തി അനാഥാലയത്തിൽ വളരുന്ന വിവരം അറിഞ്ഞു. അവളെ നല്ല നിലയിൽ വിവാഹം കഴിച്ചയക്കാനുള്ള പണത്തിന് വേണ്ടിയാണ് ഞാൻ കള്ളസാക്ഷി പറഞ്ഞത്. പക്ഷേ അതെന്റെ ഇന്ദുവിന്റെ കൊലക്കയറായി മാറുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഇതാ അമ്മയോട് ഒന്നിച്ചുള്ള ഞങ്ങളുടെ ഫോട്ടോയാ. എന്റെ കയ്യിൽ അവശേഷിക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ.